എന്റെ ഭായ് അദ്ദേഹത്തെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ തല്ലേണ്ടി വരും. നീ ഞങ്ങളെ തല്ലുവന്നോ? അതെ ഭായ്, ദേഷ്യം വന്നാൽ ഈ കണ്ണു മുഖം കാണില്ല. ഇവന് പീകോക്ക് പോയിസൺ കൊടുക്ക്. എന്റെ ബോസ്, അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവൻ മോറിൽ നിന്നും നോ മോറായി മാറും. എന്റെ സാറേ, ജയിലിൽ നിന്ന് പുറത്തു വന്ന എന്തായാലും നന്നായിട്ടുണ്ട്. പകൽ സമയത്ത് പുറത്തിറങ്ങിയാൽ നമ്മുടെ പണി തീരും പറഞ്ഞേക്കാം. അതെന്താ? കാരണം നമ്മൾ ജയിലിൽ നിന്ന് പുറത്തു വന്നതല്ല, ജയിൽ ചാടിയതാണ്. ഇതവൻ തന്നെയല്ലേ ചിറകടിച്ച് പറന്നു വന്ന് നമുക്ക് 8ന്റെ പണി തന്നവൻ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇതുവഴി പൊയ്ക്കോളൂ. ഒന്ന് വേഗം വാ. നീ വേഗം എന്റെ കൂടെ വന്നേ. ഇവൻ ഉറക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുവാടേ. എന്തായാലും കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി. വരൂ, അവനെ നമുക്ക് പഞ്ഞിക്കിടാം. ഒന്ന് വേഗം വാ, അവനെ വെറുതെ വിടാൻ പാടില്ല. വേണ്ട, എന്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്. നീ വേഗം എന്റെ കൂടെ വന്നേ. നമ്മൾ കുറച്ചുനാൾ ജയിലിനുള്ളിൽ പോയപ്പോഴേക്കും നമ്മുടെ ബിസിനസ് എല്ലാം നശിച്ച് നാറാണക്കല്ലായിരിക്കുകയാണ്. എന്റെ പേര് പറഞ്ഞാൽ തന്നെ പണ്ടൊക്കെ ഈ സിറ്റിയിലുള്ളവർ വിറയ്ക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ അവസ്ഥ വളരെ മോശമാണ്. വെരി സ്മാർട്ട്. ഇതെന്തൊരു ഡിസൈനാടോ? പ്രഭു, ജയിലിൽ കിടന്ന് ഈ ഡ്രസ് ഇടാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വെൽക്കം സർ. ബോസ്, ഇവരാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളാണ് ഇവരെ വെൽക്കം ചെയ്യേണ്ടത്. ഇവര് നമ്മൾ ജയിലിൽ നിന്ന് വന്നതുകൊണ്ട് വെൽക്കം ചെയ്യാൻ വന്നിരിക്കുന്നവരാണ്. വരൂ, നമുക്ക് എല്ലാവർക്കും സൂപ്പ് കുടിക്കാം. ഡയന, നീ സൂപ്പ് കുടിക്കണ്ട. അതെന്താ ബോസ്? ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. നീ കുടിച്ചാൽ നീ ഡൈനോസർ ആകും. ഇന്ന് രാത്രി നാഗറെഡ്ഡിയുടെ അലമാരി മുഴുവൻ നമുക്ക് വൃത്തിയാക്കണം. എന്ത് പറ്റി ബോസ്? അതെന്തിനാണ് നമ്മൾ വൃത്തിയാക്കേണ്ടത്? വിഡ്ഢി, നമ്മൾ കൊള്ളയടിക്കണമെന്ന്. അയാളുടെ പണമെല്ലാം നമ്മുടെ പക്കൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നിനും കൊള്ളാത്തവനാകും. സ്വർണ്ണ എവിടെയാ? സുഖമായിട്ടിറങ്ങണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങിക്കോ. ഇവൻ ചോദിച്ചത് സ്വർണത്തിന്റെ കാര്യമാണ്. അവൻ അവന്റെ ഫ്ലാറ്റിലാണ് സ്വർണം മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സാറേ, എനിക്ക് ഇരട്ട പിള്ളേരുണ്ടായിരിക്കുകയാണ്. യു ആർ വെരി സ്മാർട്ട്. കുട്ടികൾക്ക് എന്ത് പേരാ വെക്കേണ്ടത്? ഒരു കുട്ടിക്ക് പീറ്റർ എന്ന് വെക്കേ. ഓക്കേ. അപ്പൊ രണ്ടാമത്തെ കൊച്ചിനോ? റിപ്പീറ്റർ. സിമ്പിൾ. ബോസ്, നാഗാറെഡ്ഡിയുടെ ഫ്ലാറ്റിൽ ഒരുപാട് സെക്യൂരിറ്റിക്കാരുണ്ട്. നമ്മൾ എങ്ങനെ അകത്ത് കയറും? സ്മാർട്ട് ക്വസ്റ്റ്യൻ. അതിന് എന്റെ പക്കൽ ഒരു പ്ലാൻ ഉണ്ട്. എന്താണ്? കന്ന നമ്മളെ സഹായിക്കും. കന്നയോ? അതെ, അവൻ ഉറങ്ങിക്കൊണ്ടേ ആ വീട്ടിനുള്ളിലേക്ക് പോകും. എന്നിട്ട് സ്വർണം മുഴുവനും നമുക്ക് എടുത്തുകൊണ്ടുവന്ന് തരും. വരൂ, നമുക്ക് എല്ലാവർക്കും കന്നയുടെ വീട്ടിലേക്ക് പോകാം. സൂക്ഷിച്ചു പോളോ. വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആയി പോയി. എന്താ? ഏത് എക്സാമിലാ ഫെയിൽ ആയത്? എടാ കഴുതേ, അവൻ പറഞ്ഞതിന്റെ അർത്ഥം വണ്ടിയുടെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നാ. അതിന് വണ്ടിയുടെ ബ്രേക്കും നമ്മളും തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് ഇവിടെ വണ്ടി നിർത്തേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ. എടാ, വണ്ടി ഒരിക്കലും നിർത്താൻ കഴിയുകയില്ല. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഭായ്, ഞങ്ങൾ പറന്ന് പുറത്തു പോയേക്കാം. പക്ഷേ ഞങ്ങളെ കൊണ്ട് പറക്കാൻ കഴിയില്ലല്ലോ. പുറത്തേക്ക് ചാടാൻ കഴിയുമല്ലോ. ഞാൻ പറയുന്നത് കേക്ക്. തോത്താറാം വണ്ടി സ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാരും കൂടി പുറത്ത് ചാടണം. എന്താ ഭായ്, റെഡിയാണോ? വീടെത്താറായി. മൂന്ന്, ചാടിക്കോ. എങ്ങനെയാ ഇപ്പൊ വണ്ടി നിർത്തിയത്? എന്റെ ഭായ്, ബ്രേക്ക് ശരിയായി. ഈ വണ്ടിയുടെ ഒരു കാര്യം. ഹണി
എന്റെ ബായ് ഇതിൽ പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? രാവിലെ എങ്ങ് ഉണർന്നേക്കും. അതെ അദ്ദേഹം ഉറങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുക. അദ്ദേഹത്തിന് ഉറക്കത്തിൽ നടക്കുന്ന അസുഖമുണ്ട്. എവിടെ പോയിന്ന് എനിക്ക് അറിയില്ല. പേടിക്കണ്ട, ഞങ്ങള് പോയി അദ്ദേഹത്തെ കണ്ടുപിടിക്കാം. ഞാൻ പോയി വണ്ടി കൊണ്ടുവരാം. വേണ്ട, വീണ്ടും വണ്ടിയുടെ ബ്രേക്ക് ഫെയിലിയർ ആയാലോ? നമുക്ക് നടന്നു തന്നെ പോകാം. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാം. വരൂ. വരൂ. ഇവൻ എന്തായി കാണിക്കുന്നത്? ഇവൻ ഉറക്കത്തിൽ നടക്കുകയാണ്. ഇവൻ ഉറക്കത്തിൽ നാഗറെഡ്ഡിയുടെ വീട്ടിൽ നിന്നും സർവ്വസ്വർണവും എടുത്തുകൊണ്ട് വരികയും ചെയ്യും. അതിനെക്കുറിച്ച് ഇവൻ അറിയുകയുമില്ല. രണ്ട് പേര് രണ്ട് വഴികളിൽ കൂടി പോയി അവനെ പിടിച്ചോണ്ട് വരാൻ നോക്ക്. മോന, നീ റോബർട്ടിനോടൊപ്പം പോയാ മതി. ടോണിക്കൊപ്പം പോകണ്ട. അതെന്താണ് ബോസ്? കാരണം നീ ടോണിയോടൊപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ മോണ ടോണി ആയി പോവും. അയ്യോ, ചേട്ടായി അങ്ങോട്ട് നോക്കി. ചേട്ടായി താൻ അങ്ങോട്ടൊന്ന് നോക്ക്. വേണ്ട, ഞാൻ അവനെ പിടിക്കും. ഇല്ല, ഞാൻ പിടിക്കും. പിടിച്ചു. റോബോട്ട് പിടിച്ചിരിക്കുന്നു. സബാഷ്. റോബർട്ടിന്റെ വീട്ടിലെ ഡോർബെൽ മാറ്റിയിട്ട് അവിടെ ഒരു പ്രൈസ് ടാഗ് വെച്ചേക്ക്. അതെന്തിനാണ് ബോസ്? കാരണം ഇവൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവന് നോബൽ പ്രൈസ് കിട്ടും. ഇവന്റെ ഒരു കയ്യിൽ ചുമപ്പും മറ്റൊരു കയ്യിൽ നീല നിറവും തടവി കൊടുക്ക്. എന്തിന്? ഒരു പക്ഷെ ഇവൻ പിടിക്കപ്പെടുകയാണെങ്കിൽ നമ്മളെ ആരും സംശയിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ. ബ്രില്യന്റ് ബോസ്. ഇവനെ ആദ്യം ജീപ്പ് കയറ്റ്. ഇന്നൊറ്റ ദിവസം കൊണ്ട് എല്ലാ പണിയും തീർക്കണം. ഈ കന്നാ സാറിനെ എങ്ങും കാണുന്നില്ലല്ലോ. കന്നാ സാറിന് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഖന്നാ സാറിനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. കന്നാ സാറിന് എവിടെയും കാണാനില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഓ ഗോഡ്, ഖന്ന സാഹിബിനെ പ്രഭുവും ദേവയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരെപ്പോഴാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്? എന്റെ ബായ് നീ എല്ലാവരോടും പോയി പറയേ, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. അവൻ അവന്റെ ഫ്ലാറ്റിലാണ് സ്വർണം മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പ്രഭു, കന്ന, താൻ ഈ കയറിലൂടെ നടന്ന് ആ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് നാഗറെഡ്ഡിയുടെ അലമാരയിലുള്ള സ്വർണം മുഴുവനും നീ എടുത്തുകൊണ്ട് വരണം. ഖന്ന സാഹിബ് മുകളിലുണ്ട്. പ്രഭുവും ദേവയും അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? പ്രഭുവും ദേവനോ? വേഗം വാ. എന്റെ ബായ് അദ്ദേഹത്തെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ തല്ലേണ്ടി വരും. നീ ഞങ്ങളെ തല്ലുവന്നു. അതെ ബായ്, ദേഷ്യം വന്നാൽ എനിക്ക് കണ്ണും മൂക്കും കാണില്ല. ഇവന് പീകോക്ക് പോയിസൺ കൊടുക്ക്. എന്റെ ബോസ്, അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവൻ മോറിൽ നിന്നും നോ മോറായി മാറും. എന്റെ ബായ് രണ്ട് നല്ല തമാശ പറയേ, അല്ലെങ്കിൽ ഞാൻ ഇടിച്ച് പദം വരുത്തും. എന്റെ കാര്യം പോക്കാ. ബോസ്, ഇവര് കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിലിലായത്. ഓടിക്കോ. ഇല്ല, ആക്രമിക്കൂ. വേഗം ചെല്ല്, ചെന്നാ സ്വർണം എടുത്തോണ്ട് വാ. കന്ന സാറിനെ രക്ഷിക്കേ. പ്രഭുവും ദേവിയും സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ അവരെ വിടാൻ പോകുന്നില്ല.
ഓടിക്കോ. ബോസ് വേഗം വരൂ. ബണ്ണി നീ കണ്ണ സാറിനെ രക്ഷിക്കാൻ നോക്ക്. ഇവരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ കാര്യം പോക്ക. എന്റെ ഭായ് താഴേക്ക് ഇതികട്ടെ, ഞാൻ ഡെലിവറി ചെയ്തോളാം. ഞാൻ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്. അതുവരെ ഇവര് രക്ഷപ്പെടാതെ നോക്കിക്കോണം. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. വരൂ, ബാക്കിയുള്ള ഫൈറ്റ് ജയിലിൽ ചെന്നിട്ടാകാം. ബോസ്, ഇവര് വീണ്ടും നമ്മളെ പിടികൂടിയിരിക്കുക. ഈ പ്രാവശ്യം പിടികൂടി, പക്ഷെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കില്ല. അതെങ്ങനെയാ പ്രഭു? കാരണം അടുത്ത പ്രാവശ്യം നമ്മൾ കൊള്ളയടിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. താങ്ക് യു കൂട്ടുകാരെ, നിങ്ങൾ കാരണമാണ് ഈ കള്ളന്മാരെ എനിക്ക് പിടികൂടാൻ കഴിഞ്ഞത്. പോലീസ് വരെ സ്റ്റാർട്ട് ചെയ്യ. ഓക്കെ, ഞാൻ പോലീസ് വണ്ടി എടുക്കാം. ഞാൻ എവിടെയാ? ഇദ്ദേഹത്തിന്റെ ബോധം പോയെന്നാ തോന്നുന്നത്. പോയത് ബോധമല്ലടാ, ഉറക്കമാണ്. സംശയമുണ്ടോ? സർ, അങ്ങ് ഇന്നും ഉറക്കത്തിൽ നടക്കുകയായിരുന്നു. സാറ് കണ്ടോ? സാറ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്. ആ? ആ? ഞാൻ ഉറക്കത്തിൽ ഇത്ര കുണ്ടകളെ പിടികൂടിയെങ്കിൽ ഉണർന്നിരിക്കുമ്പോൾ എത്ര കുണ്ടകളെ പിടികൂടുമായിരുന്നു?